ഇടുക്കി തൊടുപുഴയിൽ CPIM ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ പണം തിരികെ നൽകിയില്ല എന്ന് പരാതി. 3,80,000 രൂപ നൽകാനുണ്ടെന്നാണ് പരാതി. ഈസ്റ്റ് ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറി മുഹമ്മദ് ഫൈസലിനെതിരെ CPIM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല. CPIM നേതൃത്വത്തിന് നൽകിയ കത്ത് ന്യൂസ് മലയാളത്തിനും ലഭിച്ചിട്ടുണ്ട്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, ആ കത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? പരാതി എന്തെല്ലാമാണ്? സ്വാതി, തൊടുപുഴയിൽ 2 ഏരിയ കമ്മിറ്റി ഓഫീസാണ് CPIMനുള്ളത്, വെസ്റ്റ്, ഈസ്റ്റ്. അതിൽ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് 2022-ലാണ് പുതുതായി ഒരു മന്ദിരം നിർമ്മിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മരണാർത്ഥമാണ് അതിന് പേര് നൽകിയിട്ടുള്ളതും. 2022 നിർമ്മിച്ച ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ ഈ പരാതിക്കാരിൽ നിന്ന് മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഫൈസൽ വാങ്ങി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ആ പരാതിയിൽ 4,60,000 രൂപ മാത്രമായി കഴിഞ്ഞ 2 വർഷമായി പലപ്പോഴായി തിരിച്ചു നൽകിയെങ്കിലും ബാക്കി തുക ചോദിച്ചിട്ട് നൽകിയില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അതായത് 3,80,500 രൂപ ഇനിയും ഈ പരാതിക്കാരൻ ലഭിക്കാനുണ്ട്. ഈ പരാതിക്കാരൻ കഴിഞ്ഞ 19 വർഷമായി പാർട്ടിയുടെ CPIMൻ്റെ സജീവ പ്രവർത്തകനാണ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ്. മുമ്പ് SFIയിലും DYFIയിലും ഉൾപ്പെടെയുള്ള ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ പരാതിക്കാരൻ വീട് വയ്ക്കുന്നതിനായി 2021 ഒരു സഹകരണ ബാങ്കിൽ നിന്ന്, മുതലക്കോടം സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ആ ലോൺ അടച്ചു തീർക്കുന്നത് 2022 എത്തിയപ്പോൾ ആ ലോണും പലിശയും ഉൾപ്പെടെ അടച്ചു തീർക്കാനായി എത്തിയപ്പോഴാണ് ഈ മുൻ ഏരിയ സെക്രട്ടറിയായ മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെടുന്നത് 10 ലക്ഷം രൂപ കൂടി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ ആവശ്യപ്പെടുന്നു. ആ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ശേഷം ആ പണം ഈ ഓഫീസ് നിർമ്മാണത്തിലേക്ക് മാറ്റി നൽകണമെന്നുള്ളതുമാണ് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും ഇത്രയും പാർട്ടിയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അതിന് സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആ പരാതിയിൽ പറയുന്നത്. അങ്ങനെ 10 ലക്ഷം രൂപ കൂടി CPIMന് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്, ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി എടുത്തു നൽകുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ മുഹമ്മദ് ഫൈസൽ പറഞ്ഞിരുന്നത് ഈ ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിരിവ് ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ ആ ഫണ്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ പണം മുഴുവനായി തിരിച്ച് നൽകിക്കോളാം, അല്ലെങ്കിൽ മുഴുവനായി ഇത് ബാങ്കിൽ അടച്ചോളാം എന്നുള്ളതായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പരാതിയായി ഇപ്പോൾ ഈ പരാതിക്കാരൻ പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ബാക്കി തുകയ്ക്കായി CPIMനായി ഓഫീസുകൾ കയറി ഇറങ്ങിയാണ്, നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസിനും പരാതി നൽകിയത്. 2 സംസ്ഥാന ജില്ലാ ഘടകങ്ങൾക്ക് ഈ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തനിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് എന്ന് പോലും അദ്ദേഹം പറയുന്നു. ഈ പരാതിയിൽ 4 കുട്ടികളുള്ളതാണ്, 10 വയസ്സിൽ താഴെയുള്ള 4 കുട്ടികളുള്ള